കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഏകാദശിയാണ് മോക്ഷദ ഏകാദശി. ഏകാദശി തിഥി ആരംഭിക്കുന്നത് 2025 നവംബർ മാസം 30 രാത്രി 9:29 മുതൽ 2025 ഡിസംബർ മാസം 1 സന്ധ്യയ്ക്ക് 7:01 വരെ. അതുകൊണ്ട് ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന ആ പുണ്യമായ ദിവസം നമ്മൾ വൈഷ്ണവ ഏകാദശിയായി ആചരിക്കുന്നു. ഈ ഏകാദശിക്ക് പറയുന്ന പേര് മോക്ഷദ ഏകാദശി. കേരളത്തിൽ ഈ ഏകാദശി ഗുരുവായൂർ ഏകാദശി എന്ന പേരിൽ അറിയപ്പെടുന്നു. മാർഗശീർഷ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി. ഈ ഏകാദശി ദിവസത്തിലാണ്, അതായത് മാർഗശീർഷ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ദിവസത്തിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ച് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തെ ഗീതാ ജയന്തി എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്തിട്ട് 5162 വർഷമായി. അതുകൊണ്ട് തന്നെ 5162 ജന്മവാർഷികമാണ് ഭഗവത്ഗീതയുടെ. അതുകൊണ്ട് ഈ മാർഗശീർഷ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ദിവസം ഭാരതീയർ ഗീതാ ജയന്തിയായി ആഘോഷിക്കുന്നു. കുരുക്ഷേത്ര യുദ്ധഭൂമി. ഇരുപക്ഷത്തും കൗരവരും പാണ്ഡവരും അവരുടെ സൈന്യങ്ങളോടുകൂടി അണിനിരക്കുന്നു. ആ സമയത്ത് പാണ്ഡവ പക്ഷത്തു നിന്നും യുദ്ധത്തിന് തയ്യാറാണ് എന്ന നിലയിൽ പ്രധാനപ്പെട്ട യോദ്ധാക്കളെല്ലാവരും തന്നെ അവരവരുടെ ശംഖുകൾ മുഴക്കുന്നു. കൗരവ പക്ഷത്തു നിന്നും ശംഖുകൾ മുഴങ്ങുന്നു. അങ്ങനെ ഇരുപക്ഷത്തുമുള്ള ആളുകൾ യുദ്ധം ചെയ്യാൻ തയ്യാറെടുക്കുന്നു. ആ സമയത്താണ് അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് പറയുന്നത്, സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപായ മേ അച്യുത. എന്താണ് അർത്ഥം? ഹേ അച്യുത, എൻ്റെ തേര് 2 സേനകളുടെയും മധ്യത്തിൽ സ്ഥാപിച്ചാലും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ യുദ്ധത്തിൽ ആരോടെല്ലാമാണ് ഞാൻ യുദ്ധം ചെയ്യേണ്ടി വരിക? അപ്രകാരം യുദ്ധത്തിനാഗ്രഹിച്ചു നിൽക്കുന്ന അവരെ എനിക്കൊന്ന് കാണണം. ഇങ്ങനെ അർജുനൻ ഭഗവാനോട് പറഞ്ഞപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ 2 സേനകളുടെയും മധ്യത്തിലായി രഥം സ്ഥാപിച്ചു. അങ്ങനെ അർജുനൻ തന്നോട് യുദ്ധം ചെയ്യുവാൻ ആഗ്രഹിച്ചു വന്നു നിൽക്കുന്ന ആളുകളുടെ മുഖത്തേക്ക് നോക്കിയപ്പോഴാണ് അതാ നിൽക്കുന്നു തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ ആചാര്യൻ, അതിനേക്കാൾ പ്രിയപ്പെട്ട തൻ്റെ ഭീഷ്മ പിതാമഹൻ, തൻ്റെ ബന്ധുക്കൾ, തൻ്റെ സുഹൃത്തുക്കൾ. അങ്ങനെ അവിടെ തന്നോട് യുദ്ധം ചെയ്യാനായി തയ്യാറായി നിൽക്കുന്ന ബന്ധുജനങ്ങളെ കണ്ടിട്ട് വിഷമത്തോടുകൂടി അർജുനൻ പറയുകയാണ്, അല്ലയോ കൃഷ്ണ, സ്വജനങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യാൻ ഇവിടെ വന്നിരിക്കുന്നത് കണ്ടിട്ട് എൻ്റെ കൈകാലുകൾ തളരുന്നു, മുഖം വരളുന്നു, ശരീരം വിറയ്ക്കുന്നു, രോമാഞ്ചം കൊള്ളുകയും ചെയ്യുന്നു, ഗാന്ധീവം കയ്യിൽ നിന്നും വഴുതിപ്പോകുന്നു, ദേഹമാസകലം ചുട്ടുനീറുന്നു, നിവർന്നു നിൽക്കുവാൻ കഴിയുന്നില്ല, എൻ്റെ മനസ്സ് കറങ്ങുന്നത് പോലെ തോന്നുന്നു. അല്ലയോ അച്യുത, നിമിത്തങ്ങൾ ഞാൻ വിപരീതമായിട്ടാണ് കാണുന്നത്. സ്വജനങ്ങളെ യുദ്ധത്തിൽ കൊന്നിട്ട് ഒരു ശ്രേയസ്സും നമുക്ക് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് എനിക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കുകയില്ല.
ആർക്കെല്ലാം വേണ്ടിയാണോ രാജ്യവും ഭോഗങ്ങളും സുഖങ്ങളും നാം ആഗ്രഹിച്ചത്, അവരെല്ലാവരും പ്രാണനും ധനവും ഉപേക്ഷിച്ചുകൊണ്ട് ഇതാ യുദ്ധത്തിന് തയ്യാറായി വന്നു നിൽക്കുന്നു. അതുകൊണ്ട് എനിക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കുകയില്ല, തിരിച്ചു കാട്ടിലേക്ക് തന്നെ പോവുകയാണ്. എനിക്ക് സ്വജനങ്ങളെ വധിക്കുവാൻ സാധിക്കുകയില്ല. അങ്ങനെ ചെയ്താൽ അത് എൻ്റെ കീർത്തിക്ക് ദോഷമാകും. അതുകൊണ്ട് ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് തേർത്തട്ടിൽ തളർന്ന് ഇരിക്കുമ്പോൾ തൻ്റെ കർമ്മം ചെയ്യുവാൻ ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്നു. ആ സമയത്ത് അർജുനൻ പറയുന്നു, എനിക്കെന്തു ചെയ്യണം എന്ന് നിശ്ചയമില്ല, അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യണമെന്ന് അവിടുന്ന് തന്നെ എന്നോട് പറഞ്ഞു തന്നാലും എൻ്റെ മനസ്സിന് സമാധാനം നൽകിയാലും എന്ന് അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് അപേക്ഷിച്ചതുകൊണ്ടാണ്, പറഞ്ഞതുകൊണ്ടാണ് സർവേശ്വരൻ ഭഗവത്ഗീത മാർഗശീർഷ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശി ദിവസം അർജുനന് ഉപദേശിച്ചു കൊടുത്തത്. അതാണ് ഗീത, ഭഗവാൻ ഉപദേശിച്ചു കൊടുത്ത ഭഗവത് ഗീത. ആ ഗീത ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തിട്ട് 5162 വർഷമാകുന്നു ഈ ഡിസംബർ 1-ാം തീയതി വരുമ്പോൾ. അതുകൊണ്ട് ആ ദിവസം നമ്മൾ ഗീതാ ജയന്തിയായി ആഘോഷിക്കുന്നു. അന്നാണ് മോക്ഷദ ഏകാദശി, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂർ ഏകാദശി. ഏകാദശി എടുക്കേണ്ടത് എങ്ങനെയെന്ന് എല്ലാവർക്കും അറിയാം, എങ്കിലും ഒന്നോടിച്ച് പറഞ്ഞു പോകാം. ഏകാദശിയുടെ തലേ ദിവസം, അതായത് 30-ാം തീയതി, ഒരിക്കലുണ്ട് ശരീരവും മനസ്സും ഏകാദശിക്കായി തയ്യാറെടുക്കുക. അതായത് ഒരു നേരം മാത്രം അരിഭക്ഷണം കഴിച്ചിട്ട് ബാക്കി 2 സമയങ്ങളിലും ഗോതമ്പോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ധാന്യവർഗ്ഗങ്ങളോ അതല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളോ കഴിച്ച് ഇരിക്കുക. അതിൽ തന്നെ വൈകുന്നേരം പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. സന്ധ്യയ്ക്ക് മുമ്പ് കഴിച്ച് നിർത്താമെങ്കിൽ അത് ഏറ്റവും ഉത്തമം. അതല്ല, സന്ധ്യയ്ക്ക് ശേഷമാണെങ്കിലും അധികം രാത്രിയാകാതെ നോക്കുക. പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഇനി രാവിലെ അരി കൊണ്ടുള്ള പലഹാരമാണ് കഴിക്കുന്നതെങ്കിൽ, തലേ ദിവസം കഴിക്കുന്നതെങ്കിൽ, ഉച്ചയ്ക്കും വൈകുന്നേരവും അരി കൊണ്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുക. അതുപോലെ തന്നെ പരമാവധി സമയം പ്രാർത്ഥിക്കുക. ഉള്ളിയും വെളുത്തുള്ളിയും പോലുള്ള പദാർത്ഥങ്ങൾ ആ ദിവസം, അതായത് ഏകാദശി ദിവസവും തലേ ദിവസവും ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. നോൺ വെജ് ഒഴിവാക്കണമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇനി ഏകാദശി ദിവസം അതിരാവിലെ എഴുന്നേറ്റ് കുളിക്കുക, ഭഗവാനെ പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. പിന്നീട് ഒന്നുകിൽ നിങ്ങൾക്ക് ഉപവസിക്കാം, അല്ലെങ്കിൽ ജലം മാത്രം കുടിച്ചിരിക്കാം, അല്ലെങ്കിൽ പാലും പഴങ്ങളും കഴിക്കാം, അല്ലെങ്കിൽ പാല് മാത്രം കഴിക്കാം, പഴങ്ങൾ മാത്രം കഴിക്കാം. പച്ചക്കറികൾ, കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ധാരാളമായി ഉപയോഗിക്കാം. ഏകാദശി പുഴുക്ക് ഉണ്ടാക്കി കഴിക്കാം. പാലുൽപ്പന്നങ്ങൾ, അതായത് പാല്, മോര്, തൈര്, പനീർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കഴിക്കാം. സാബുദന, അതായത് ചൊവ്വരി, അത് കഴിക്കാം. നിലക്കടല, കപ്പലണ്ടി, അത് കഴിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കഴിക്കാം. ഒന്നുകിൽ ആഹാരം കഴിച്ചുകൊണ്ട് വ്രതം എടുക്കുക, ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് വ്രതം എടുക്കുക, അല്ലെങ്കിൽ 2 നേരം കഴിച്ചുകൊണ്ട് വ്രതം എടുക്കുക. നമ്മുടെ ശാരീരിക സ്ഥിതി, നമ്മുടെ മറ്റ് അവസ്ഥകൾ ഇതെല്ലാം പരിഗണിച്ചിട്ട് വേണം നമ്മുടെ ഭക്ഷണ രീതി നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ടുള്ളത്. ഇനി പ്രധാനമായിട്ടും എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയമാണ് ചായ കുടിക്കുവാൻ സാധിക്കുമോ എന്നുള്ളത്. ചായ കുടിക്കണ്ട. ഇനി ചായ കുടിച്ചില്ലെങ്കിൽ എനിക്ക് തലവേദന എടുക്കും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചായ കുടിക്കാം. രാവിലെ ഒരു ചായ, വൈകുന്നേരം ഒരു ചായ. ചായയുടെ അളവ് ക്രമപ്പെടുത്തുക. ചായ കുടിക്കാതെ ഇരുന്ന് തലവേദന എടുത്തിട്ട് ഏകാദശി പൂർത്തിയാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ഏകാദശി ദിവസവുമായി ശ്രദ്ധിക്കാനുള്ളത്. പിന്നീട് പിറ്റേ ദിവസം കൃത്യസമയത്ത് തന്നെ പാരണ വീടണം.
പരമാവധി സമയം നാമം ജപിക്കുക. എത്ര തവണ നാമം ജപിക്കുവാൻ സാധിക്കുന്നുവോ അത്രയും തവണ നാമം ജപിക്കുക. പിന്നീടുള്ള സംശയമാണ് പീരീഡ്സ് ആവുക അല്ലെങ്കിൽ പുലയും ബാലായ്മയും ഉണ്ടാവുക. അങ്ങനെയുള്ളപ്പോൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കുമോ എന്നുള്ളത്. അങ്ങനെയുള്ള അവസരങ്ങൾ നമുക്കറിയാം, നമുക്ക് ക്ഷേത്രത്തിൽ പോകാനോ വിളക്ക് തെളിയിക്കുവാനോ സാധിക്കുകയില്ല. പക്ഷേ ഏകാദശി വ്രത ഭക്ഷണം കഴിച്ചുകൊണ്ട് പരമാവധി സമയം നാമം ജപിച്ച് ഇരിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കും. അങ്ങനെ ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതും പ്രാർത്ഥനയായി തന്നെ ഭഗവാൻ കണക്കുകൂട്ടും. കൃത്യസമയത്ത് തന്നെ അങ്ങനെയുള്ളവരും പാരണ വീഴണം. അവരെങ്ങനെ പാരണ വീഴണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മുറിയിലിരുന്ന് കുളിച്ച് നാമം ജപിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് വ്രതം അവസാനിപ്പിക്കാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ഏകാദശി എടുത്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ, ഇപ്പോൾ രാവിലെ ഏകാദശി എടുത്തു തുടങ്ങി ഉച്ചയായപ്പോൾ പീരീഡ്സ് ആയി, അങ്ങനെ വന്നാലും വ്രതം അവസാനിപ്പിക്കരുത്, തുടരണം. വൈകുന്നേരം വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കുകയില്ല, സാരമില്ല, കുളിച്ചിട്ട് നമ്മുടെ മുറിയിലിരുന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഭഗവാന് ശുദ്ധവും അശുദ്ധവും ഒന്നുമില്ല. ഭഗവാൻ നിർഗുണനാണ്. രജസ്വലയായിരുന്നു ദ്രൗപദി. 5 ഭർത്താക്കന്മാർ സദസ്സിലിരിപ്പുണ്ട്. ദ്രൗപദിക്ക് ആപത്ത് സംഭവിച്ചു. ഒറ്റമുണ്ട് ഉടുത്ത് നിൽക്കുന്ന രജസ്വലയായ ദ്രൗപദി 5 ഭർത്താക്കന്മാരെ അവരുടെ സഹായത്തിനായി വിളിച്ചില്ല. 5 ഭർത്താക്കന്മാർക്ക് അവരെ സഹായിക്കുവാനും സാധിക്കുമായിരുന്നില്ല. ആ സമയത്ത് ആ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് ദ്രൗപദി വിളിച്ചതാരെയാണ്? ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ്. രജസ്വലയാണ് ദ്രൗപദി, അതുകൊണ്ട് ഇപ്പോൾ സഹായിക്കേണ്ട എന്ന് ഭഗവാൻ വിചാരിച്ചോ? ഇല്ല. ഓടി വന്നു ഭഗവാൻ ദ്രൗപദിയെ സഹായിക്കാനായിട്ട്. അതുകൊണ്ട് അക്കാര്യം മാത്രം മനസ്സിൽ വെച്ച് ചിന്തിക്കുക. ഭഗവാനെ പ്രാർത്ഥിക്കാൻ ഏത് സമയത്തും നമുക്ക് പ്രാർത്ഥിക്കാം. ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നാരായണ നാരായണ എന്ന് ജപിച്ചുകൊള്ളുക. ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം ജപിച്ചുകൊള്ളുക. പിന്നെ എന്തുകൊണ്ടാണ് ആ സമയത്ത് ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാൻ പാടില്ല എന്ന് പറയുന്നത്? കാരണം ക്ഷേത്രത്തിൽ മന്ത്രങ്ങൾ കൊണ്ടാണ് ഭഗവാനെ പൂജിക്കുന്നത്. ആ മന്ത്രങ്ങൾക്ക് ശക്തികളുണ്ട്. അതുകൊണ്ടാണ് ആ സമയത്ത് ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല എന്ന് പറയുന്നത്. എന്ത് സംശയമുണ്ടെങ്കിലും, അതായത് നമ്മുടെ ആചാരങ്ങളെ പറ്റിയും അനുഷ്ഠാനങ്ങളെ പറ്റിയും എന്ത് സംശയം നിങ്ങൾക്കുണ്ടെങ്കിലും നമുക്ക് വിശ്വസിക്കുവാൻ സാധിക്കുന്ന നമ്മുടെ ഗ്രന്ഥങ്ങളുണ്ട്. മഹാഭാരതമായിക്കോട്ടെ, ഭാഗവതമായിക്കോട്ടെ, രാമായണമായിക്കോട്ടെ, ഭഗവത്ഗീത ആയിക്കോട്ടെ, ഇങ്ങനെ നമുക്കുള്ള ഗ്രന്ഥങ്ങളുണ്ട്. ഭഗവത്ഗീതയിൽ ഇല്ലാത്ത ഉത്തരങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിലൂടെയാണ് നമ്മൾ നമ്മുടെ സംശയങ്ങൾക്ക് നിവർത്തി കണ്ടെത്തേണ്ടത്. അക്കാര്യം പ്രത്യേകമായി ഓർക്കുക. അതുകൊണ്ടാണ് മാധവത്തിലൂടെ നിരന്തരം മഹാഭാഗവതത്തിലെ കഥകളും രാമായണത്തിലെ കഥകളും ഭഗവത്ഗീതയുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്നേ ദിവസം, അതായത് മോക്ഷദ ഏകാദശി ദിവസം ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടുന്ന ഭഗവാന്റെ രൂപം അത് ദാമോദര രൂപമാണ്. ഓം ദാമോദരായ നമ എന്ന് നിരന്തരം ജപിച്ചുകൊണ്ട് ഇരിക്കുക. ഏകാദശി ദിവസം ഏകാദശി വ്രതകഥ നിർബന്ധമായും കേൾക്കണം. ഏകാദശിയുടെ പാരണാ സമയത്ത് ഏകാദശി വ്രതകഥ പറഞ്ഞ് ഇതുപോലെ എൻ്റെ വ്രതവും സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ആ വ്രതം ഭഗവാന് സമർപ്പിക്കണം. കഥ ഞാൻ ഇപ്പോൾ പറഞ്ഞു തരും. ആ കഥ നിങ്ങൾ ഇപ്പോൾ കേൾക്കുക, മനസ്സിലാക്കുക. ഏകാദശി ദിവസം ഒന്നുകൂടി കേട്ട് മനസ്സിൽ ഉറപ്പിക്കുക. അതിനുശേഷം പാരണ വീടുന്ന സമയത്ത് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ കഥ ഭഗവാനോട് പറയണം. എന്നിട്ട് പറയണം, ഭഗവാനെ ഇതുപോലെ എൻ്റെ പ്രാർത്ഥനയും സ്വീകരിക്കണമേ, അല്ലെങ്കിൽ ഇന്ന രാജാവിൻ്റെ പ്രാർത്ഥന അങ്ങ് സ്വീകരിച്ചതുപോലെ എൻ്റെ പ്രാർത്ഥനയും സ്വീകരിക്കണമേ എന്ന് പറഞ്ഞ് നമ്മുടെ പ്രാർത്ഥന ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കണം. ഇന്ന് നമ്മൾ വ്രതകഥയും അതുപോലെ തന്നെ പാരണാ സമയവും ഹരിവാസര സമയവും പറഞ്ഞു തരാം.
ഏകാദശി ദിവസത്തെ ഏറ്റവും പ്രത്യേകതയുള്ള സമയമാണ് ഹരിവാസര സമയം. മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ് ഹരിവാസര സമയം. അതുകൂടാതെ പാരണാ സമയം എന്ന് പറയുന്നത് വ്രതം അവസാനിപ്പിക്കുന്ന സമയമാണ്. ആ സമയത്തു തന്നെ നമ്മൾ നമ്മുടെ വ്രതം പാരണ വീടി അവസാനിപ്പിക്കണം. നമ്മൾ ആദ്യം തന്നെ പാരണാ സമയം പറയാം, അതിനുശേഷം കഥ പറയാം, പിന്നീട് ഹരിവാസര സമയവും പറയാം. ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. കേരളത്തിൽ 2-ാം തീയതി രാവിലെ 6:22 മുതൽ 10:15 വരെ, തമിഴ്നാട് 6:16 മുതൽ 10:04 വരെ, കർണാടക 6:27 മുതൽ 10:15 വരെ, ആന്ധ്രാപ്രദേശ് 6:20 മുതൽ 10:08 വരെ, തെലുങ്കാന 6:31 മുതൽ 10:14 വരെ, ഗോവ 6:46 മുതൽ 10:31 വരെ, ഒറീസ 6 മുതൽ 9:46 വരെ, മഹാരാഷ്ട്ര 6:56 മുതൽ 10:37 വരെ, മധ്യപ്രദേശ് 6:46 മുതൽ 10:22 വരെ, ഗുജറാത്ത് 7:15 മുതൽ 10:51 വരെ, ഹരിയാന 7:03 മുതൽ 10:29 വരെ, ഉത്തർപ്രദേശ് 6:39 മുതൽ 10:10 വരെ, ബീഹാർ 6:19 മുതൽ 9:52 വരെ, വെസ്റ്റ് ബംഗാൾ 6:01 മുതൽ 9:38 വരെ, ഡെറാഡൂൺ 6:58 മുതൽ 10:24 വരെ, ഡൽഹി 6:57 മുതൽ 10:26 വരെ, പഞ്ചാബ് 7:13 മുതൽ 10:38 വരെ, കാശ്മീർ 7:16 മുതൽ 10:39 വരെ, ഛത്തീസ്ഗഡ് 7:03 മുതൽ 10:29 വരെ, ജാർഖണ്ഡ് 6:14 മുതൽ 9:50 വരെ, ഹിമാചൽ പ്രദേശ് 7:03 മുതൽ 10:28 വരെ, ആസാം 5:54 മുതൽ 9:26 വരെ, രാജസ്ഥാൻ 6:59 മുതൽ 10:31 വരെ, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് 5:24 മുതൽ 9:14 വരെ. ഇനി ദുബായ് 6:48 മുതൽ 10:22 വരെ, അബുദാബി 6:50 മുതൽ 10:25 വരെ, ബഹ്റൈൻ 6:09 മുതൽ 9:41 വരെ, കുവൈറ്റ് 6:26 മുതൽ 9:54 വരെ, റിയാദ് സൗദി അറേബ്യ 6:21 മുതൽ 9:55 വരെ, ദോഹ 6:03 മുതൽ 9:37 വരെ, ഷാർജ 6:48 മുതൽ 10:21 വരെ, ഒമാൻ 6:32 മുതൽ 10:08 വരെ, സ്കോട്ട്ലാൻഡ് 8:21 മുതൽ 10:27 വരെ, UK മാഞ്ചസ്റ്റർ 8:04 മുതൽ 10:27 വരെ, അർമേനിയ 8:06 മുതൽ 11:16 വരെ, ജർമ്മനി 7:56 മുതൽ 10:36 വരെ, ലിബിയ 7:53 മുതൽ 11:15 വരെ, നൈജീരിയ 6:25 മുതൽ 10:22 വരെ, സ്വീഡൻ 8:20 മുതൽ 10:31 വരെ, ഇറ്റലി 6:22 മുതൽ 9:46 വരെ, സിംഗപ്പൂര് 6:52 മുതൽ 10:54 വരെ, ചൈന 7:27 മുതൽ 10:45 വരെ, മാലിദ്വീപ്സ് 5:59 മുതൽ 9:56 വരെ, മലേഷ്യ 7:04 മുതൽ 11:03 വരെ, പോണ്ടിച്ചേരി 6:16 മുതൽ 10:05 വരെ, സാംബിയ 5:27 മുതൽ 9:47 വരെ, ഇസ്രായേൽ 6:22 മുതൽ 9:46 വരെ, സൗത്ത് ആഫ്രിക്ക 5:28 മുതൽ 10:13 വരെ, ജോർജിയ 8:09 മുതൽ 11:16 വരെ, അയർലൻഡ് 8:19 മുതൽ 10:27 വരെ, ഉഗാണ്ട 6:36 മുതൽ 10:38 വരെ, ന്യൂയോർക്ക് അമേരിക്ക 7:02 മുതൽ 10:11 വരെ, കാനഡ 7:24 മുതൽ 10:23 വരെ, വാൻകോവർ ബ്രിട്ടീഷ് കൊളംബിയ 7:48 മുതൽ 10:37 വരെ, ഓസ്ട്രേലിയ 5:45 മുതൽ 10:29 വരെ, ജോർദാൻ 7:33 മുതൽ 10:34 വരെ, മാൾട്ട 6:55 മുതൽ 10:16 വരെ, റഷ്യ
8:37 മുതൽ 11:05 വരെ. ഇനി ന്യൂസിലാൻഡിൽ ശ്രദ്ധിക്കുക, 2-ാം തീയതിയാണ് ഏകാദശി, 3-ാം തീയതി പാരണ വീടണം, 3-ാം തീയതി രാവിലെ 5:42 മുതൽ 10:41 വരെ. ഇത്രയും സ്ഥലങ്ങളാണ് നമ്മൾ സ്ഥിരമായി ഏകാദശിയുടെ പാരണാസമയം പറയുന്നത്. നിങ്ങൾക്ക് മറ്റേതെങ്കിലും സ്ഥലത്തെ പാരണാസമയം അറിയണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടുക, കമൻറ്റിന് ഞാൻ മറുപടി നൽകുന്നതാണ്. ഇനി ഹരിവാസര സമയം, പരമാവധി സമയം ഈ സമയത്ത് വിഷ്ണുനാമം ജപിച്ചുകൊണ്ട് ഇരിക്കുക. ഡിസംബർ മാസം 1-ാം തീയതി രാവിലെ 11:12 മുതൽ ഡിസംബർ മാസം 2-ാം തീയതി വെളുപ്പിന് 12:15 വരെ. ഇതാണ് ഹരിവാസര സമയം. ഈ സമയത്ത് പരമാവധി നാമം ജപിച്ചുകൊണ്ട് ഇരിക്കുക. ഇനി നമുക്ക് ഏകാദശിയുടെ വ്രതകഥ നോക്കാം. വ്രതകഥ കേട്ട് പ്രാർത്ഥിച്ചാൽ മാത്രമേ ഏകാദശി പൂർത്തിയാവുകയുള്ളൂ എന്നാണ് വിശ്വാസം. ഹരേ കൃഷ്ണ. ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. വ്രതകഥ നമുക്ക് പറയാം. ഭഗവാൻ ശ്രീകൃഷ്ണനോട് അർജുനൻ ചോദിക്കുകയാണ്, അല്ലയോ ഭഗവാനെ, മാർഗശീർഷ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയെപ്പറ്റി ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുകയാണ്, ഇത് വളരെ ശ്രേഷ്ഠമായ ഒരു ഏകാദശിയാണ്. ഈ ഏകാദശി അനുഷ്ഠിച്ചാൽ സകല പാപങ്ങളും നശിക്കുന്നു. ഈ ഏകാദശിക്ക് പറയുന്ന പേര് മോക്ഷദ ഏകാദശി എന്നാണ്. ഈ ദിവസം ഭഗവാനെ ദാമോദര രൂപത്തിൽ പ്രാർത്ഥിക്കുകയും വിളക്കുകൾ തെളിയിച്ച് ആരാധിക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സകല പാപങ്ങളും മാറും എന്നും നമുക്ക് മാത്രമല്ല നമ്മുടെ പൂർവികർക്കും അതിൻ്റെ അനുഗ്രഹം ലഭിക്കും എന്നുകൂടി ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് പണ്ട് വൈഖാനസൻ എന്ന ഒരു രാജാവ് ഒരു നഗരം ഭരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് 4 വേദങ്ങളിലും പ്രാവീണ്യമുള്ള ധാരാളം ബ്രാഹ്മണരും താമസിച്ചിരുന്നു. അദ്ദേഹം വളരെ സത്യസന്ധനായ ധർമ്മിഷ്ഠനായ ഒരു രാജാവായിരുന്നു. തൻ്റെ പ്രജകളെ തൻ്റെ മക്കളെ പോലെ സ്നേഹിച്ച് പരിപാലിച്ച് പോന്നിരുന്ന ഒരു രാജാവായിരുന്നു ഇദ്ദേഹം. അങ്ങനെ ഇദ്ദേഹം ഒരിക്കൽ ഒരു സ്വപ്നം കാണുകയാണ്. അതായത് ഇദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിലേക്ക് തൻ്റെ മരിച്ചുപോയ പിതാവ് വന്നിട്ട് പറയുകയാണ്, മകനെ, ഞാനിവിടെ നരകത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്നു, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് ഈ പിതാവ് മകനോടിങ്ങനെ കരഞ്ഞു പറയുന്നതായിട്ടാണ് ഈ രാജാവ് സ്വപ്നം കാണുന്നത്. പിറ്റേ ദിവസം രാജാവ് തൻ്റെ രാജ്യത്തുള്ള ആ ബ്രാഹ്മണരെ എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് ആ ബ്രാഹ്മണരോട് പറയുകയാണ്, ഞാൻ ഇന്നലെ ഇതുപോലൊരു സ്വപ്നം കണ്ടു. എൻ്റെ അച്ഛൻ നരകത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്നു, അച്ഛൻ കരയുന്നു. അതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ അച്ഛനെ രക്ഷപ്പെടുത്തണം. ഇങ്ങനെയൊരു സ്വപ്നമാണ് ഞാൻ കണ്ടത്. എന്താണ് ഇതിൻ്റെ പരിഹാരമെന്ന് ചോദിച്ചപ്പോൾ ബ്രാഹ്മണർ പരസ്പരം ആലോചിച്ചതിന് ശേഷം അവർ രാജാവിനോട് പറയുന്നു, അല്ലയോ രാജാവേ, നമ്മുടെ രാജ്യത്ത് അതിശ്രേഷ്ഠനായ ഒരു മുനിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പർവ്വതൻ എന്നാണ്. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളെപ്പറ്റിയും വളരെ വലിയ അറിവാണ്. ഭാവിയും ഭൂതവുമൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. അങ്ങ് എന്തായാലും ആ മുനിയെ ഒന്ന് ചെന്ന് കാണൂ, അദ്ദേഹം എന്തെങ്കിലും ഒരു പോം വഴി പറഞ്ഞു തരുമെന്ന് ഈ ബ്രാഹ്മണർ രാജാവിനെ ഉപദേശിക്കുന്നു. അങ്ങനെ ഈ ബ്രാഹ്മണരുടെ ഉപദേശം അനുസരിച്ചുകൊണ്ട് രാജാവ് മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോവുകയും ആശ്രമത്തിൽ മഹർഷിയെ കാണുകയും തൻ്റെ ആ മനസ്സിലുള്ള വേദനയെല്ലാം തന്നെ മഹർഷിയോട് പറയുകയും ചെയ്യുന്നു. അങ്ങനെ ആ മഹർഷി കുറച്ച് സമയം ഇങ്ങനെ കണ്ണടച്ചിരുന്ന് ധ്യാനിച്ചതിന് ശേഷം മഹർഷി രാജാവിനോട് പറയുകയാണ്, ശരിയാണ്, അങ്ങയുടെ അച്ഛൻ നരകത്തിൽ കിടന്ന് ദുഃഖം അനുഭവിക്കുന്നു. അതിന് കാരണം അദ്ദേഹം ആ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ആ പാപത്തിൻ്റെ ഫലമാണ്. അദ്ദേഹത്തിന് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു. അതിൽ ഈ ഭാര്യമാരിൽ തമ്മിൽ ഇദ്ദേഹം ഒരു വ്യത്യാസം, ഒരു വേർകൃത്യം കാണിച്ചിരുന്നു. അതാണ് അദ്ദേഹം ചെയ്ത ആ പാപം. അതുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം നരകത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് എന്ന് ആ മുനി രാജാവിനോട് പറയുന്നു. അത് കേട്ടതും ആ മഹാരാജാവ് വളരെ യാചിച്ചുകൊണ്ട് ഈ മഹർഷിയോട് പറയുകയാണ്, അല്ലയോ ഋഷിവര, എൻ്റെ പിതാവിന് മോക്ഷം ലഭിക്കണം.
അതിനുള്ള ഒരു വഴി അങ്ങ് പറഞ്ഞു തരണം. എങ്ങനെയാണ് അദ്ദേഹത്തെ ഈ പാപത്തിൽ നിന്നും ഞാൻ മോചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഈ പർവ്വത മഹർഷി മറുപടി പറയുകയാണ്, അല്ലയോ മഹാരാജാവേ, ഒരു വഴിയുണ്ട്. മാർഗശീർഷ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശി മോക്ഷദ ഏകാദശി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ ഏകാദശി വളരെ ഭക്തിയോടുകൂടി അങ്ങ് ആചരിച്ചിട്ട് ആ ഏകാദശിയുടെ ഫലം, ആ ഏകാദശിയുടെ പുണ്യം മുഴുവൻ അങ്ങയുടെ അച്ഛന് ദാനം ചെയ്യുക. അതോടുകൂടി അദ്ദേഹം സ്വർഗത്തിലേക്ക് എത്തും എന്ന് പറയുന്നു. അതനുസരിച്ചിട്ട് രാജാവ് ശുക്ലപക്ഷത്തിലെ ഈ മാർഗശീർഷ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശി വ്രതം, മോക്ഷദ ഏകാദശി വ്രതം ഭക്തിയോടുകൂടി ആചരിക്കുകയും അവസാനം പാരണാ സമയത്ത് താൻ അനുഷ്ഠിച്ച ഈ ഏകാദശിയുടെ പുണ്യം മുഴുവനും തൻ്റെ അച്ഛന് ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചപ്പോൾ ആ ഏകാദശിയുടെ പുണ്യം മുഴുവനും അദ്ദേഹത്തിൻ്റെ പിതാവിന് ചെന്നു ചേരുകയും അങ്ങനെ ആ പിതാവ് സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തു. ഇതാണ് ഈ ഏകാദശിയുടെ കഥ. അങ്ങനെ ഭഗവാൻ അർജുനനോട് പറയുകയാണ്, നമുക്ക് മാത്രമല്ല ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഫലമുണ്ടാകുന്നത്, നമ്മുടെ പൂർവികർക്ക് കൂടി ഫലമുണ്ടാകുന്നു എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇതാണ് മോക്ഷദ ഏകാദശിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയും നമ്മുടെ പൂർവികർക്ക് പോലും മോചനം ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ പൂർവികരാരെങ്കിലുമൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അവർ എന്തെങ്കിലുമൊക്കെ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പാപങ്ങൾ കൂടി ശമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ വ്രതം ആചരിക്കാം. കാരണം പിതൃക്കൾ നമ്മളെ അനുഗ്രഹിച്ചാൽ അത് നമുക്ക് കൂടുതൽ ഫലമുണ്ടാകും. നമ്മുടെ എല്ലാ ഐശ്വര്യങ്ങൾക്കും പിതൃക്കളുടെ അനുഗ്രഹം കൂടി വേണം. അതുകൊണ്ട് ഈ ഏകാദശി വ്രതം അനുഷ്ഠിച്ചിട്ട് അതിൻ്റെ പുണ്യം നിങ്ങൾക്ക് നിങ്ങളുടെ പിതൃക്കൾക്ക് സമർപ്പിക്കാം. ഈ കഥ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ രാജാവിനെ ഭഗവാൻ അനുഗ്രഹിച്ചതുപോലെ എന്നെയും അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് നമസ്കരിച്ചിട്ട് വേണം വ്രതം അവസാനിപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ ഏകാദശി ദിവസം നമ്മൾ എന്ത് ഭക്ഷിച്ചാലും അത് ഭഗവാനൊന്ന് നൈവേദ്യമായി സമർപ്പിച്ചിട്ട് പ്രസാദമായി ഭക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ധാരാളം ഏകാദശി വിഭവങ്ങൾ ഞാൻ നമ്മുടെ രണ്ടാമത്തെ ചാനലായ കൗസ്തുഭം വെജ് ഫുഡ്സിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം താമര വിത്ത് കൊണ്ടുള്ള ഒരു കസ്റ്റേർഡ് അതും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കണ്ട് അതനുസരിച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഏകാദശി പുഴുക്ക് അതിട്ടിട്ടുണ്ട്. അങ്ങനെ ധാരാളം വിഭവങ്ങൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതുപോലെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. പിന്നെ പാരണ വീടുക എന്നുള്ളത്, എങ്ങനെയാണ് പാരണ വീടേണ്ടത്? അതായത് നമ്മൾ പറഞ്ഞ ആ കൃത്യസമയത്ത് തന്നെ നിങ്ങൾ വിളക്ക് തെളിയിച്ച് ഭഗവാന് നൈവേദ്യങ്ങൾ സമർപ്പിച്ച് ഭഗവാന്റെ കീർത്തനങ്ങൾ എല്ലാം ചൊല്ലി നമുക്കറിയാവുന്ന ഏതൊക്കെ നാമങ്ങളുണ്ടോ ആ നാമങ്ങളൊക്കെ തന്നെ ജപിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം അത് ജപിക്കാവുന്നതാണ്. വിഷ്ണു സഹസ്രനാമം ജപിക്കാവുന്നതാണ്. വിഷ്ണു സഹസ്രനാമവും മറ്റേതെങ്കിലും നാമങ്ങളുമൊക്കെ ജപിക്കുമ്പോൾ ശ്രദ്ധിക്കുക, താഴെയാണ് ഇരുന്ന് ജപിക്കുന്നതെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം. വെറും നിലത്തിരുന്ന് ജപിക്കരുത്. ഒരു പായയോ എന്തെങ്കിലും ഒന്ന് ഇട്ടിട്ട് വേണം അതിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ ഒരു തുണിയെങ്കിലും, ഒരു കട്ടിയുള്ള തുണിയെങ്കിലും വിരിച്ചിട്ട് അതിൻ്റെ പുറത്ത് ഇരുന്നിട്ട് വേണം നിങ്ങൾ ജപിക്കുന്നത്. അല്ലാതെ വെറും നിലത്തിരുന്നു കൊണ്ട് യാതൊരു കാരണവശാലും ജപിക്കാൻ പാടുള്ളതല്ല. 5 തിരിയിട്ട നിലവിളക്ക് തെളിയിക്കാൻ സാധിക്കുന്നെങ്കിൽ ഏറ്റവും ഉത്തമം. അതുകൂടാതെ ഓം ദാമോദരായ നമഃ എന്ന് 108 തവണയോ 1008 തവണയോ അല്ലെങ്കിൽ 21 തവണയോ ഒക്കെ ജപിച്ച് പ്രാർത്ഥിക്കണം. നിർബന്ധമായും ഭഗവാന്റെ ദാമോദര രൂപം മനസ്സിലോർത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. ഉരലിൽ അമ്മ കുഞ്ഞിനെ കെട്ടി ഇട്ടിരിക്കുന്ന ആ രൂപമാണ്. ആ രൂപം ഓർത്ത് പ്രാർത്ഥിക്കണം. ഭഗവാനെ ഉരലിൽ ബന്ധിച്ച ആ കഥ അത് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ആ കഥ ഒന്നെടുത്ത് കേൾക്കാവുന്നതാണ്. അല്ല അത് നിങ്ങൾക്ക് ഒന്നുകൂടി കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ പറഞ്ഞാൽ മതി. അങ്ങനെ പ്രാർത്ഥിച്ച് നമസ്കരിച്ച് കഥ പറഞ്ഞ് ഭഗവാന് നമ്മൾ കഥ ഇങ്ങനെ പറയണം. ഞാൻ പറഞ്ഞു തന്ന ആ വ്രതകഥ ഇങ്ങനെ പറഞ്ഞിട്ട് ഭഗവാനെ രാജാവിൻ്റെ പ്രാർത്ഥന അങ്ങ് സ്വീകരിച്ചതുപോലെ, രാജാവിൻ്റെ അച്ഛനെ സ്വർഗത്തിലേക്ക് ഉയർത്തിയതുപോലെ എൻ്റെ പിതൃക്കളെയും ഉയർത്തണേ, എന്നെ സംരക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകണേ, ഭക്തി ഉണ്ടാകണേ, എനിക്ക് സ്നേഹമുണ്ടാകണേ ഭഗവാനോട്, എൻ്റെ സ്നേഹത്തിൽ യാതൊരു കുറവും, അങ്ങയോടുള്ള സ്നേഹത്തിൽ യാതൊരു കുറവും വരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കരിച്ച്
ഭഗവാനെ ദീപങ്ങൾ കൊണ്ടും ധൂപങ്ങൾ കൊണ്ടും പുഷ്പങ്ങൾ കൊണ്ടും പൂജിക്കണമെന്നാണ് പറയുന്നത്. അതായത് വിളക്ക് തെളിയിക്കണം, പുഷ്പങ്ങൾ ഭഗവാന് അർപ്പിക്കണം, ചന്ദനത്തിരി അതുപോലുള്ള ധൂപങ്ങൾ അത് നമ്മൾ തെളിയിക്കണം, കത്തിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഭഗവാന് വഴിപാടുകൾ, ഒരു പഴമായിക്കോട്ടെ അല്ലെങ്കിൽ അല്പം പാല് പഞ്ചസാരയിട്ട് കാച്ചി അതായിക്കോട്ടെ, എന്താണോ നമുക്ക് ഭഗവാന് സമർപ്പിക്കുവാൻ സാധിക്കുന്നത് അത് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നമസ്കരിച്ചതിന് ശേഷം തീർത്ഥം സേവിച്ച് ആ പ്രസാദം നമ്മൾ കഴിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് തീർത്ഥം സേവിച്ച് നമ്മുടെ ഏകാദശി വ്രതം അവസാനിപ്പിക്കാം. ഇനി പുലബാലായ്മ, പീരീഡ്സ് അങ്ങനെയുള്ള ആളുകൾ ഈ സമയത്ത് നമ്മുടെ മുറിയിലിരുന്ന് പ്രാർത്ഥിച്ച് ഒരു ഗ്ലാസ് ശുദ്ധജലം കുടിച്ച് നമുക്ക് നമ്മുടെ ഏകാദശി വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഏകാദശിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങളെല്ലാം മാറി എന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.